കുറ്റമാറ്റൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജഡ്ജാണെങ്കിൽ അനാമികയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഇല്ല ഒന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമികയുടെയൊക്കെ വക്കീലിൻ്റെ അടുത്തും ചോദിക്കുന്ന സമയത്തും വക്കീലും പറയുന്നുണ്ട്, ഇല്ല ഒന്നും പറയാനില്ല എന്നൊക്കെ പറയുന്ന സമയത്തും നമ്മൾ ജഡ്ജി പറയുന്നുണ്ട്, എന്തായാലും ഇനി ഈ കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നില്ല, ഇന്ന് തന്നെ എന്തായാലും തീരുമാനമൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ജഡ്ജിയാണെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അനന്തപുരിക്കാരാണെങ്കിൽ കേസിലൊക്കെ നല്ല ജയിച്ച് അവർ എല്ലാവരും നല്ല സന്തോഷത്തോടെയൊക്കെ അവരിരിക്കും കേട്ടോ. ഒരു സമയത്താണെങ്കിൽ നമ്മൾ അനന്തപുരിക്കാരെല്ലാം തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, മുത്തശ്ശി എടുത്ത് ഇതണക്ക് എന്തായാലും നല്ല നരസിംഹം വക്കീലിൻ്റെ കൊച്ചുമോൻ എന്തായാലും പുലി തന്നെയാണ്, എന്തായാലും അവന് നല്ല കേരളത്തിൽ തന്നെ നല്ല ഒരു വക്കീലായിട്ട് തന്നെ അവൻ വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അടുത്താണെങ്കിൽ നമ്മൾ ജലജയാണെങ്കിൽ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി അബിക്ക് കൊണ്ട് കൊടുക്കുക. കാര്യം വെച്ചാൽ അനന്തപുരിക്കാർ കേസിലൊക്കെ തോറ്റ് പിന്നെ അതുപോലെ നമ്മൾ അനിയാണെങ്കിൽ ജയിലിൽ പോകുമല്ലോ, അപ്പോൾ ആ സന്തോഷമൊക്കെ കാണാൻ വേണ്ടിയൊക്കെ ഇവർ രണ്ടുപേരും കാത്തിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ അബി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇന്നത്തോടെ മുത്തശ്ശനാണെങ്കിൽ നരസിംഹത്തിൻ്റെ ആയിട്ടുള്ള കൂട്ടും കാര്യങ്ങളെല്ലാം അങ്ങ് നിർത്തിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ അങ്ങ് മാറ്റി നിർത്തിയിട്ടല്ലേ മുത്തശ്ശൻ മറ്റു രണ്ട് കൊച്ചുമക്കളെ ചേർത്ത് പിടിച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി, എന്തായാലും അവർക്ക് നല്ലൊരു പണി തന്നെ അവർക്ക് ഇന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അപ്പം അവർ വരുമ്പം കണ്ണൊക്കെ കലങ്ങി വരുന്ന അവരെ കാണാൻ വേണ്ടിയൊക്കെ നമ്മളെ ജലജയും അബിയാണെങ്കിൽ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണേ. നമ്മൾ രേവതി ആണെങ്കിൽ വീട്ടിലാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ, എന്തായി കേസ് ജയിച്ചോ എന്നൊക്കെ അറിയാൻ വയ്യാതെ ടെൻഷൻ അടിച്ചിരുന്നിട്ടും ഇവരെ വിളിച്ചിട്ടാണെങ്കിൽ നമ്മളെ വേണും അനാമികയും ഫോണൊന്നും എടുക്കാതെ ആകെ ടെൻഷനായിരിക്കുന്ന സമയത്താണ് നമ്മളെ വേണും അനാമികയെ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ വേണു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ, എന്തോ പറയുമെന്ന് പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, എന്ത് പറയാനാ, അങ്ങ് കേസിൽ തോറ്റെന്ന് അങ്ങ് പറയണമെന്ന് പറയട്ടോ. അപ്പോൾ നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് ഇതാക്കാനുള്ളതിനൊരു മണ്ടൻ വക്കീലിനെ കൊണ്ട് കേസ് ഏൽപ്പിച്ചിട്ട് കേസ് തോറ്റെന്നങ്ങ് പറയണമെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ വേണു ചോദിക്കുന്നുണ്ട്, ആര് നന്ദകുമാർ വക്കീൽ മണ്ടനെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, അതെ അയാളെ തന്നെ പറഞ്ഞ അയാൾ മണ്ടനാണെന്ന്, അല്ലെങ്കിൽ അയാൾക്കാണെങ്കിൽ എന്തെങ്കിലും കള്ളത്തെളിവുകളൊക്കെ ഉണ്ടാക്കി കോടതിയെ കബളിപ്പിച്ചിട്ടാണെങ്കിൽ ഈ കേസിൽ നിന്നൊക്കെ അയാൾക്ക് ജയിക്കായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അയാൾ മണ്ടനായതുകൊണ്ടാണല്ലോ അയാൾ അങ്ങനെയൊക്കെ ചെയ്യാതെ ഇരുന്നതെന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണേ. അങ്ങനെ നമ്മൾ വേണുവും അനാമിക അങ്ങോട്ട് കയറി വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്തായി കേസ് ജയിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആരൊക്കെ ജയിലിൽ പോയെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ആ വേണു പറയുക, ആ കേസൊക്കെ ജയിച്ചോ എന്ന് പറയും. അപ്പോൾ ആരൊക്കെ ജയിലിൽ പോയെന്ന് പറയുന്ന സമയത്ത് വേണു പറയുന്നുണ്ട്, ആ എല്ലാവരും പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ രേവതിക്കാണെങ്കിൽ നല്ല സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ രേവതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ സന്തോഷമൊന്നും ഇല്ലായിരിക്കുന്നത്, എനിക്ക് നല്ല സന്തോഷമായെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അനാമിക പറയുന്നുണ്ട്, അത് കേസ് ജയിച്ചെന്ന് പറഞ്ഞാൽ നമ്മളല്ല ജയിച്ചത്, കേസ് അവർ ജയിച്ചു, അവർ ജയിലിലേക്കും അല്ല പോയത്, അവരവരെ വീട്ടിലേക്കാണ് പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രേവതി ചോദിക്കുന്നുണ്ട്, അതെന്താ നമ്മൾ കേസിൽ തോക്കാൻ കാരണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനാമിക പറയുന്നുണ്ട്, അത് നല്ലൊരു വക്കീലിനെ വെച്ചായിരുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കേസിൽ തോറ്റെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനാമിക പറയുന്നുണ്ട്, എന്തായാലും ഇനി നമുക്ക് കോമ്പൻസേഷൻ ഒന്നും കിട്ടാനും പോകുന്നില്ല, ഇനിയിപ്പോൾ ഈ കാര്യങ്ങൾ അറിയുന്ന നമ്മൾ പലിശക്കാർക്ക് കൊടുക്കാനുള്ള പലിശക്കാരെല്ലാം ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറി വരികയും ചെയ്യും, പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ അച്ഛൻ പോയി ജയിലിൽ കിടക്കുന്നതായിരിക്കും കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനാമികയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേണു പറയുന്നുണ്ട്, എന്തായാലും കേസിൽ തോറ്റ് അത്ര തന്നെ, ഇനി കൂടുതൽ പറയാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണു ഇങ്ങനെ അങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ രേവതി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. കാര്യം വെച്ചാൽ അവരാണെങ്കിൽ വിചാരിച്ചല്ലോ 20 കോടി രൂപ കയ്യിൽ വരുമെന്നൊക്കെയുള്ള ആഗ്രഹത്തിലും ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരുന്നില്ലേ, അപ്പോൾ ഇതിനിപ്പോൾ ഒരു പൈസ പോലും കിട്ടത്തില്ലെന്നുള്ള അറിഞ്ഞതിൻ്റെ ഒരു വിഷമത്തിലായിരിക്കും രേവതി ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ ജലജയും അത് കണക്ക് തന്നെ നമ്മൾ അബിയും കാണിക്കുന്നുണ്ട്. നമ്മളെ ജലജയും അബിയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തായാലും വരുന്നവരെ സങ്കടങ്ങളൊക്കെ കാണാൻ വേണ്ടി അവരിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അബി പറയുന്നുണ്ട്, എന്തായാലും എന്നെയും കാട്ടി ഉയർത്താൻ നോക്കിയതല്ലേ ആദർശ് അനിയെ, എന്തായാലും അവൻ ഇനിയിപ്പോൾ എന്തായാലും ജയിലിലോട്ടൊക്കെ പോകുമല്ലോ, അത് കഴിയുമ്പോൾ ഇനി സ്വർണ്ണക്കടയിലൊക്കെ അവൻ വരുന്ന സമയത്താണെങ്കിലും എല്ലാവരും ഒരു ജയിൽ പുള്ളിയെ കണക്കല്ലേ അവനെ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെ അമ്മയും മോനും ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുക കേട്ടോ. എന്തായാലും ആ സമയത്ത് നമ്മൾ അനന്തപുരിയിലുള്ള എല്ലാവരും മുത്തശ്ശനാണെങ്കിലും അവരെല്ലാവരും കോടതിയിൽ നിന്ന് കേസൊക്കെ കഴിഞ്ഞ് ജയിച്ച് സന്തോഷത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ അകത്തോട്ട് കയറി വരുന്ന സമയത്താണെങ്കിൽ ഇവരിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, അനി വരുന്നോന്ന്. അങ്ങനെ അനിയെ കാണുന്ന സമയത്താണെങ്കിൽ ഇവരാണെങ്കിൽ ആകെ ഒരു ഷോക്കായിട്ടിരിക്കുക കേട്ടോ. കാരണം ഇവർ അനി ജയിലിൽ പോകുന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നല്ലോ ഇരുന്നത്. അങ്ങനെ അനിയെ കാണുമ്പോഴത്തേക്ക് ജലജയ്ക്കും അബിക്കാണെങ്കിൽ ആകെ ഒരു സങ്കടമായിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. ഇവരെല്ലാവരും വരുന്നത് കണ്ടിട്ടാണെങ്കിൽ നമ്മൾ ജാനകി ആണെങ്കിലും മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അനിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ കേസിൽ ജയിച്ചല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ
നമ്മൾ ജലജയും അഭിയാണെങ്കിലും ഇങ്ങനെ ഷോക്കാവുന്നു, ഓ കേസൊക്കെ ജയിച്ചോ എന്നൊക്കെ ഒരു ഇതിൽ നിൽക്കുന്നത് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ദേവ്യാനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ത് ജലജയ്ക്കും അഭിക്കും മാത്രം ഒരു സന്തോഷമില്ലാത്ത ഞങ്ങൾ കേസിൽ ജയിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അല്ല നമ്മളെല്ലാവരും കേസിൽ തോറ്റ് നമ്മളെല്ലാവരും ജയിലിൽ പോകുന്ന ഉള്ള സന്തോഷത്തിലായിരിക്കും ഇവരിരുന്നതെന്നൊക്കെ പറയുമ്പം നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്താ മോനെ നീ അങ്ങനെ പറയുന്നത്, നിങ്ങൾ കേസ് ജയിക്കാൻ വേണ്ടി ഞാൻ രാവിലെ തൊട്ടേ ഞാനിവിടെ പൂജാമുറി കയറി ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ പായസമൊക്കെ വെച്ച് അമ്മയും മോനും കൂടെ കുടിച്ചത്. മുത്തശ്ശനാണെങ്കിൽ ഇതെനിക്ക് ജാനകി അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ജാനകി ഇനിയും നീ നിൻ്റെ മരുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജാനകി പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, എന്തായാലും എൻ്റെ മകനെ കേസിൽ കുടുക്കാനും പിന്നെ എനിക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവർ ജയിലിലാക്കാനൊക്കെ നോക്കിയതല്ലേ, അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ അവളെ സ്നേഹിക്കത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ദേവ്യാനി പറയുന്നുണ്ട്, അത് വാക്കിൽ മാത്രം പറഞ്ഞാൽ കാര്യമില്ല, അത് പ്രവൃത്തിയിൽ കാണിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് സന്തോഷമായി, എന്തായാലും അവളെൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ഇതിന് കണക്കല്ല, ഇനിയിപ്പോൾ എന്തായാലും ഡിവോഴ്സും കൂടെ കഴിഞ്ഞ് അവളെൻ്റെ തലയിൽ നിന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, എന്തായാലും മോൻ ഇനി ബിസിനസ്സിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ വന്ന കാര്യങ്ങളെല്ലാം മോൻ മറന്നേക്ക്, ഇനി മോൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അവൻ ഇനി എന്തായാലും എന്നെയും കാട്ടി വലിയൊരു ബിസിനസ് മാനായിട്ട് തന്നെ അവൻ വരും, അതിനുള്ളതെല്ലാം അവൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ജാനകിക്കാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും മോന് കുറിച്ച് ഇങ്ങനെ ആൾക്കാർ നല്ലത് പറയുന്നുണ്ടല്ലോ, അവരെന്തായാലും നന്നാവാൻ ശ്രമിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ ബിസിനസ്സൊക്കെ നോക്കാൻ വേണ്ടിയൊക്കെ അവന് തീരുമാനിച്ചല്ലോ എന്നൊക്കെ അറിയുന്നൊരു സന്തോഷം ജാനകിക്കുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ ജലജയ്ക്കാണെങ്കിൽ അത്രയും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ജലജ ആണെങ്കിൽ ഇങ്ങനെ മുഖവും വലിച്ചൊക്കെ ഇറക്കി വെച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.